ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ CPM കോൺഗ്രസ് ധാരണ. 4 കമ്മിറ്റി ചെയർമാൻ സ്ഥാനം CPMനും 2 കോൺഗ്രസിനും ലഭിച്ചു. ധാരണ പ്രകാരം BJPയെ പുറത്തു നിർത്താൻ കഴിഞ്ഞു. RMP തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വ്യാഴാഴ്ച നടന്ന വികസനം, ആരോഗ്യം, ക്ഷേമം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ വോട്ടെടുപ്പുണ്ടായില്ല. ഈ 3 കമ്മിറ്റികളിൽ എതിരില്ലാതെയാണ് ചെയർമാൻമാരെ തെരഞ്ഞെടുത്തത്. RMP അംഗങ്ങളുള്ള ഈ കമ്മിറ്റികളിൽ അവർ മത്സരിക്കാൻ തയ്യാറായില്ല. വിദ്യാഭ്യാസം, പൊതുമരാമത്ത് കമ്മിറ്റികളിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾ വന്നതോടെ വോട്ടെടുപ്പ് നടന്നു. ധനകാര്യം, വികസനം, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം എന്നീ കമ്മിറ്റികൾ CPMനും, ക്ഷേമം, ആരോഗ്യം എന്നീ കമ്മിറ്റികൾ കോൺഗ്രസിന് ലഭിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ചെയർമാൻമാരുടെയും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് CPM ഒത്തുകളിയെന്നാരോപിച്ച് BJP രംഗത്തെത്തി. ഇവർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. BJP ലീഡർ AS ശ്രീജിത്ത് പ്രസംഗിച്ചു. കോൺഗ്രസ് CPM സഖ്യത്തിനെതിരെ നഗരസഭയിൽ BJP ശക്തമായ പ്രതിപക്ഷമായി പോരാടുമെന്ന് BJP വ്യക്തമാക്കി. CPMലെ PG ജയപ്രകാശ് ധനകാര്യവും, പുഷ്പ ജോൺ വികസനവും, കോൺഗ്രസ് അംഗങ്ങളായ മിനി മോൻസി ക്ഷേമകാര്യവും, മിഷ സെബാസ്റ്റ്യൻ ആരോഗ്യവും, CPMലെ T സോമശേഖരൻ പൊതുമരാമത്തും, CPMലെ ആർഷ ജിജു വിദ്യാഭ്യാസവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി സ്ഥാനമേറ്റു.